ടോപ്പിക്കാണ് സെക്യൂറിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് സൈബർ സെക്യൂരിറ്റിയുടെ പാർട്ടാണ്. സോ എന്താണ് നമ്മുടെ സെക്യൂറിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇത് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അവരെങ്ങനെയായിരിക്കും, ക്യാൻ ബി ഇലക്ട്രോണിക്കലി സ്റ്റോർഡ്. ഓക്കെ, ഇൻഫോർമേഷൻ ഓൾവേസ് നമ്മുടെ സിസ്റ്റത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെന്താ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പല ഡാറ്റയിൽ നിന്നും ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവത്തിനാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ സെക്യൂറിങ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് പറയുന്നത്. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഈസ് നോട്ട് അബൌട്ട് സെക്യൂറിങ് ഇൻഫോർമേഷൻ ഫ്രം unauthorized access. It is basically the practice of preventing unauthorized access, use, disclosure and disruption, etc. സോ ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് കൂടാതെ അതായത് ഒരു ഇൻഫോർമേഷന് അൺഓത്തറൈസ്ഡ് ആക്സസിൽ നിന്നും സെക്യൂർ ചെയ്യുന്നത് മാത്രമല്ല, പല കാര്യങ്ങളിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നതും കൂടിയാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് അൺഓത്തറൈസ്ഡ് ആക്സസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അൺഓത്തറൈസ്ഡ് യൂസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫോർമേഷൻ എല്ലാവർക്കും ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കുക, അതിന് മോഡിഫൈ ചെയ്യാതിരിക്കുക. അതായത് വേറെ ആൾക്കാർ വന്ന് നമ്മളുടെ ഇൻഫോർമേഷനിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ എന്താണ്, അപ്പോൾ ആ ഇൻഫോർമേഷൻ അവർ എടുത്തിട്ട് പോണത് പോലെ തന്നെയാണ് അതിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റിലായിരിക്കും ഇവർ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടാവുക. സോ ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ കമ്പനി എക്സിക്യൂട്ടീവ്സ് ആ ഒരു സംഭവം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇത്ര മോഡിഫിക്കേഷൻസ് വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നെഗറ്റീവ് രീതിയിൽ കമ്പനീനെ ബാധിക്കുന്നൊരു സംഭവമായിരിക്കാം. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഒരു ഇൻഫോർമേഷൻ ഡിലീറ്റ് ചെയ്ത് കളയുക, ഡിസ്ട്രക്റ്റ് ചെയ്യുക. അത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കമ്പനിയിൽ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഏത് കസ്റ്റമറാണ് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്ട്സ് കൂടുതൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ കസ്റ്റമറിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ഇൻഫോർമേഷൻ ചിലപ്പോൾ പല ഡാറ്റേഴ്സിൽ നിന്ന് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാവും. കാരണം ഇനി ഈ കസ്റ്റമറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിലെ റോ ഡാറ്റാസിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താ പറയുക, നമ്മളിപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ബാക്കിയെല്ലാം ഏതിൽ നിന്നാണോ എടുത്തേക്കുന്നത് അതൊക്കെ നമ്മൾ ചിലപ്പോൾ കളയാം, അല്ലേ? നമ്മളുടെ സോ അങ്ങനെ കളയാം. സോ അപ്പോൾ അങ്ങനെ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പനിക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാവും. സോ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂറിങ് ദ ഇൻഫോർമേഷൻ ഓഫ് എ കമ്പനി ആവാം, എൻ്റർപ്രൈസ് ആവാം, എന്താ പറയുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അവരുടെ ഇൻഫോർമേഷനെ നമ്മളെപ്പോഴും സെക്യൂർ ചെയ്തിരിക്കണം. അതായത് ആ ഒരു ഇൻഫോർമേഷന് അൺഓതറൈസ്ഡ് ആക്സസ്, അതല്ല ഡിസ്ട്രപ്ഷനിൽ നിന്നൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രൈസിൽ ഏതൊക്കെ, അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഓരോ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, അതായത് ആ ഒരു അൺഓതറൈസ്ഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി, ഓക്കെ, അതിനാരും എടുത്തിട്ട് പോകാതെ, അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ ഓൾവേസ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്.
അപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്ന പല രീതിയിലാണല്ലേ, പല ആൾക്കാരാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇപ്പോൾ പീപ്പിൾ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ, ആ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്നുമുള്ള ഇൻഫോർമേഷനാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പല ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്, പീപ്പിൾ ആണ് അത് ആക്സസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എല്ലായിടത്തും ഈ ഒരു അൺഓതറൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ ആ ഇൻഫോർമേഷനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നോർമലി പീപ്പിൾ ആക്സസ് ചെയ്യും അല്ലേ, ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പീപ്പിൾ പലതരത്തിൽ, ചിലപ്പോൾ അത് എംപ്ലോയീസ് ആവാം, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആവാം, അങ്ങനെ പല ആൾക്കാരും ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ നോക്കാറുണ്ട്. സോ ഒരു ഇൻഫർമേഷന് പല ആൾക്കാരും ആക്സസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ സെക്യൂരിറ്റി നമ്മൾ നോക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഈ പല ആൾക്കാരെ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് വരാതിരിക്കാൻ, ആ ഇൻഫർമേഷന് യാതൊരു വിധത്തിലൊന്നും പറ്റാണ്ടിരിക്കാനും നമ്മൾക്ക് ആ ഒരു റീജിയണിൽ എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റും അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും മോണിറ്റർ സെക്യൂരിറ്റി, ആ ഫസ്റ്റ് പോയിൻ്റ് നോക്കുക. അതായത് സെക്യൂരിറ്റി എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും എക്സ്ട്രാ ഒരാളാണോ, അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസിലാണെങ്കിൽ ഒരു കമ്പനിയുടെ പുറത്തുള്ള ആരെങ്കിലും ആണോ ഇത് ആക്സസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പ് ആൻറ്റി ഹാക്കർ സ്ട്രാറ്റജി, അതായത് ഇപ്പോൾ ഹാക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പല സ്ട്രാറ്റജീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ആൻറ്റി ഹാക്കർ സ്ട്രാറ്റജി എന്തെങ്കിലും ഈ ആൾക്കാർ ലോഗിൻ ചെയ്ത് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ആ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെക്കണം. അത് രണ്ടുമാണ്. പിന്നെ ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ പറഞ്ഞത് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഇപ്പോൾ അവർക്ക് ക്ലയൻറ്റ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ സ്റ്റാഫ്സ് ഉണ്ടാവാം ഒരു ഓർഗനൈസേഷനിൽ. അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ആൾക്കാർ ഓർഗനൈസേഷനിൽ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്നവരുണ്ട്. സോ അവരെല്ലാവരെയും മോണിറ്റർ ചെയ്തിട്ട് ആരെങ്കിലും ഹാക്കിംഗ് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പല സെക്യൂരിറ്റി പോളിസീസും അതായത് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് പറയാം, സ്റ്റാഫ്സിന് ഇന്ന കാര്യങ്ങൾ മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ, മറ്റേ ഒരു എക്സ്റ്റേണൽ ക്ലയൻറ്റ് ഇന്ന കാര്യങ്ങൾ മാത്രം ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളൊരു കൃത്യമായ ഒരു പോളിസി ജനറേറ്റ് ചെയ്ത് വയ്ക്കുക. സോ അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ ടെക്നോളജിക്കൽ ലെവലിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ ഇൻഫോർമേഷൻ ലോസ് തടയാം. അതായത് SSL സർട്ടിഫിക്കറ്റ്സ്, അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്സ് ജനറേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കൃത്യമായ ആൾക്കാർ തന്നെയാണോ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യണമെന്നുള്ളത്, ഒരു ആക്സസ് ചെയ്യണമെന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് SSL സർട്ടിഫിക്കറ്റ്. സോ അത് ജനറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാനേജ് സെക്യൂരിറ്റി സർവീസസ്. ഓക്കെ, കൃത്യമായ മാനേജ്മെൻറ്റോട് കൂടിയിട്ടുള്ള സെക്യൂരിറ്റി സർവീസസിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫയർ വാൾസ് എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാകും. സോ ഒരു ഇൻ്റർനെറ്റായിട്ട് നമ്മുടെ സിസ്റ്റം കണക്റ്റ് ആകുമ്പോൾ എപ്പോഴും ഫയർ വാളിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഫയർ വാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നെറ്റ്വർക്കിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്താലും എന്താണെങ്കിലും ഉള്ളൊരു നമ്മുടെ ഇൻഫോർമേഷൻ ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മളുടെ സിസ്റ്റം എപ്പോഴും സെക്യൂർ ആയിട്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഇൻഫോർമേഷൻ സിസ്റ്റം പിന്നെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ വൾനറബിലിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു ജനറേറ്റ് ചെയ്ത ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ചിലപ്പോൾ ഒരുപാട് വൾനറബിലിറ്റീസ് ഉണ്ടാവാം. നമ്മൾ പല ടൈപ്പ് ഇൻഫോർമേഷൻ സിസ്റ്റം പഠിച്ചു. സോ ഓരോന്ന് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൻ്റേതായ വീക്ക്നെസ് ഉണ്ടാവാം. സോ ആ വീക്ക്നെസ്സിലൂടെ ആ ഡാറ്റേനെ ലോസ് ചെയ്യാനുള്ള സാധ്യത ചിലപ്പോൾ അതിലുണ്ടാവാം. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അതിലുള്ള വീക്ക്നെസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ
അതായത് ഒരുപാട് നെറ്റ്വർക്ക് ട്രാഫിക് വരുവാണെങ്കിൽ, അതായത് ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് റിക്വസ്റ്റ് ഒരേ ടൈമിൽ വരുവാണെങ്കിൽ നമ്മളതിനെ ബ്ലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹാക്കിംഗ് അറ്റാക്സിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ ഇത് മൂന്നുമാണ് ആ പോയിൻറ്റ്സ്. പിന്നുള്ളത് ബിസിനസ് സൊല്യൂഷൻസിൽ റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, കസ്റ്റമർ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക. ദെൻ ബിസിനസ് ചലഞ്ച്, അതായത് ചലഞ്ചായിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അതായത് ഇപ്പം ഓൺലൈൻ യൂസേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴും നമ്മുടെ ഇൻഫോർമേഷൻ്റെ സെക്യൂരിറ്റി കുറയുന്നുണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദം ആർ എക്സ്പ്ലോയിറ്റിംഗ് ദ ഫ്ലോസ് ഇൻ ദ വെബ് ആപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു വെബ് ആപ്ലിക്കേഷന് ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ചില വെബ് ആപ്ലിക്കേഷനിൽ ഇപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുത്താലും ചിലപ്പോൾ സിമ്പിൾ പാസ്വേഡ് അല്ലെങ്കിൽ പാസ്വേഡ് സെക്യൂരിറ്റി നോക്കില്ല. ഇപ്പം നമ്മൾ FBയിലൊക്കെയാണ് കയറുകയാണെങ്കിൽ അവർ പറയും മിനിമം ഓഫ് 7 ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറയും. ചില വെബ്സൈറ്റിൽ അങ്ങനെയൊന്നും പറയില്ല, നമ്മൾ മെൻഷൻ ചെയ്യുന്നതനുസരിച്ചാണല്ലോ അവർ പറയുന്നത്. സോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾ മെൻഷൻ ചെയ്യുന്നതനുസരിച്ചാണ് പറയുന്നത്. സോ ചില വെബ്സൈറ്റിൽ അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ അവർക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്ത പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് ഒരുപാട് ഫ്ലോസ് അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വീക്ക്നെസ്സസ് വെബ് ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. സോ അത് രണ്ടും ഒരുപാട് ഓൺലൈൻ യൂസേഴ്സും ഇൻക്രിമെൻ്റ് ചെയ്താലും ഇൻഫോർമേഷനെ സെക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഫിഗർ വരച്ചു, എങ്ങനെയൊക്കെയാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആണെന്നുള്ള വെറുതെ ഒരു ഫിഗർ അവർ കാണിച്ചേക്കുന്നത് മാത്രമാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം വൾണറബിലിറ്റി ആൻഡ് അബ്യൂസ്. അതായത് വൾണറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൾണറബിലിറ്റി എന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്, ഒരു ഇൻഫോർമേഷനെ ലോസ് ചെയ്യാനുള്ള നമ്മുടെ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്സിനെയാണ് നമ്മൾ സിസ്റ്റം വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയും, ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ ഞാനൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, എൻ്റെ സിസ്റ്റത്തിൽ ആ ഒരു ഇൻഫോർമേഷന്, അതായത് പല ആൾക്കാർക്ക്, ഇപ്പം ഞാൻ 10 പേർക്ക് ലോഗിൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്റത്തിൽ 10 പേർക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. മുൻകൂട്ടി തന്നെ സിസ്റ്റത്തിൽ ഞാൻ യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 പേർക്ക് മാത്രമാണ് ആ ഒരു സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ വേറൊരാൾ അല്ലെങ്കിൽ ഓക്കെ 10 പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഒരാൾ, അതായത് ഇപ്പോൾ 10 പേർക്ക് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേര് 10 ഫീൽഡിൽ നിന്നുള്ളതാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരാൾ അതിൽ കസ്റ്റമർ ആവാം, ഒരാൾ ചിലപ്പോൾ അതിൽ എക്സിക്യൂട്ടീവ്, ഒരാൾ സ്റ്റാഫ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരാവും ഈ 10 പേര്. പക്ഷേ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞത് ചിലപ്പോൾ വേറൊരു കമ്പനിയിലെ ഓണർ ആവാം. സോ ഈ കമ്പനിയിലെ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യുകയാണെന്നുള്ളത് അവരുടെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ അയാൾ എന്താ ചെയ്യും, ഈ ഇൻഫർമേഷൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവാം. സോ ഈ കസ്റ്റമർ ലോഗിൻ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫയലിന്, ഇപ്പം നിങ്ങൾ പാസ്വേഡും യൂസർ നെയിമും വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫയലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു സിസ്റ്റം അഡ്മിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ സിസ്റ്റം അഡ്മിൻ എന്താ ചെയ്തത്, എല്ലാവർക്കും എല്ലാ ഫയലും ആക്സസ് ചെയ്യാമെന്നുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ ആക്സസ് ചെയ്ത് അതിനെ ചിലപ്പോൾ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. മനസ്സിലായോ? സോ അതെന്ന് പറഞ്ഞത് ആ ഒരു സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റി അല്ലെങ്കിൽ വീക്ക്നെസ് ആണ്. സോ അതിന് പകരം എന്ത് ചെയ്യായിരുന്നു, ഈ 10 പേർക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഫയൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ അതിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് അങ്ങനെയുള്ള 5 പേർക്ക് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവർ എല്ലാവർക്കും ആ ഒരു സംഭവത്തിൻ്റെ കാര്യം ഇവർ അത്രയും അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ് അവിടെ സംഭവിച്ചു. സോ ഹീ ക്യാൻ ടേക്ക് ദ ഡാറ്റ ആൻഡ് ക്യാൻ ഡിസ്ട്രോയ് ഇറ്റ് ആൻഡ് ഓൾ. സോ അതെന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ ഒരു വൾണറബിലിറ്റിയാണ്. സോ സെക്കൻഡ് പോയിൻ്റ് അതാണ് പറയുന്നത്. പിന്നെ ഈ പോയിൻ്റ് പറയുന്നത്, വെൻ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ ഇലക്ട്രോണിക് ഫോം ദേ ആർ വൾണറബിൾ ടു മെനി മോർ കൈൻഡ് ഓഫ് ത്രെറ്റ് ദാൻ വെൻ ദേ എക്സിസ്റ്റഡ് ഇൻ മാനുവൽ ഫോം ത്രൂ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അതായത്
ഒരു ഡാറ്റേനെ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യാമെന്ന് പറയുന്നത് ഒരുപാട് വീക്ക്നെസ്സസ് ഉണ്ട്. അത് ഡിസ്ട്രോയ് ചെയ്യാൻ ഒരുപാട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനെ നമുക്കിപ്പോൾ ഒരു ഹാർഡ് എന്താ പറയുക, റിട്ടേൺ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ് കോപ്പി ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ സിസ്റ്റത്തിലല്ല അതുപോലെ തന്നെ നമ്മൾ ജിമെയിൽ അല്ലെങ്കിൽ ഒരു ക്ലൗഡിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലേക്കാണ് ഒരു ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും ആണ് ഇലക്ട്രോണിക്കലിയാണ് ഒരു ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സെക്യൂർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട്. ഇൻ ഷോർട്ട്, അതായത് ഒരു ബിസിനസ് ഇപ്പം നടത്തുവാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിയും അതുപോലെ കൺട്രോളും വളരെ അധികം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ക്ലയൻറ്റിനെ പിടിക്കാൻ അല്ലെങ്കിൽ ഒരു ക്ലയൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്തോരം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നോ അത്രത്തോളം പ്രയോറിറ്റി തന്നെ നിങ്ങളുടെ ഇൻഫോർമേഷൻ്റെ സെക്യൂരിറ്റിക്കും കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലാപ്പിലാണ് എൻ്റെ ഇൻഫോർമേഷനെല്ലാം സ്റ്റോർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലാണ് സ്റ്റോർ ചെയ്തതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊട്ടും സെക്യൂർ അല്ല. അപ്പോൾ അതിന് ഹൈ സെക്യൂരിറ്റി തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ കൺട്രോൾ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു അറ്റാക്കിൽ നിന്നോ അതുപോലെ തന്നെ അതിന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നോ അതുപോലെ തന്നെ എന്താ പറയുക, അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ഇൻഫർമേഷനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്നും നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. ആ ഒരു ഇൻഫോർമേഷന് അല്ലെങ്കിൽ ആ ഒരു ഹാക്കിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അറ്റാക്കിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മാലീഷ്യസ് ആക്ടിവിറ്റീനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് പല പോളിസീസും മെഷേഴ്സും നമ്മൾ എടുക്കും നമ്മുടെ ഒരു ഇൻഫോർമേഷൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി. സോ അതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഈ നമ്മൾ ആ കൺട്രോൾ അല്ലെങ്കിൽ മെഷേഴ്സ് ഈ ഒരു സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യുകയാണ്. സോ അതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതുമല്ലാതെ അതർ സെക്യൂരിറ്റി റിലേറ്റഡ് അല്ലാതെ വേറെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരാം അല്ലേ. നമ്മുടെ ഇൻഫോർമേഷൻസ് വേറെ രീതിയിൽ ലോസ് ആവും. അതായത് ഹാർഡ്വെയർ പ്രോബ്ലംസ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും ചിപ്പോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾ ഇൻഫോർമേഷൻസ് ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, യാതൊരു വിധത്തിലുള്ള ഹാക്കിംഗ് ആക്ടിവിറ്റീസ് അല്ലാതെ. പിന്നെ അതുപോലെ സോഫ്റ്റ്വെയർ പ്രോബ്ലംസ്, ഇൻസ്റ്റലേഷൻ എറേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ സിസ്റ്റം ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിസാസ്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഷോർട്ടാവുക അല്ലെങ്കിൽ കറണ്ട് ഷോർട്ടായാൽ ചിലപ്പോൾ സിസ്റ്റത്തിൻ്റെ ആ ഒരു പവർ വേരിയേഷൻ വന്ന് സിസ്റ്റം അടിച്ചു പോവുക. ഇപ്പോൾ ഫ്ലഡൊക്കെ വരുവാണെങ്കിൽ സിസ്റ്റം തന്നെ ഒലിച്ചു പോകല്ലേ. സോ അതൊരു പ്രശ്നമാണ്. യൂസ് ഓഫ് നെറ്റ്വർക്ക് ആൻഡ് കമ്പ്യൂട്ടർ ഔട്ട്സൈഡ് ഓഫ് ഫോംസ് കൺട്രോൾ. സോ ഇതൊക്കെയാണ് വേറെ പ്രശ്നങ്ങൾ. അതായത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി അല്ലാതുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെ ഇവർ പറയുന്നത് വൈ സിസ്റ്റം ആർ വൾണറബിൾ, എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന് ഇങ്ങനെ വീക്ക്നെസ് വരുന്നു. വീക്ക്നെസ് വരുമ്പോഴാണല്ലോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻഫോർമേഷനെ ലോസ് ചെയ്യാനുള്ള സാധ്യത വരുന്നത്. അപ്പോഴാണല്ലോ നമ്മുടെ ഇൻഫോർമേഷൻ ലോസ് ചെയ്യുന്നതൊക്കെ സംഭവിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ വീക്ക്നെസ് വരാൻ കാരണം? അത് ഐദർ ടെക്നിക്കൽ, ഓർഗനൈസേഷൻ, എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാനേജ്മെൻറ്റ് ഡിസിഷൻസിൻ്റെ മര്യാദയ്ക്കുള്ള ഡിസിഷൻസ് എടുക്കാത്ത കൊണ്ടാവാം അല്ലേ. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ പോസിബിലിറ്റിയും നോക്കിയിട്ട് വേണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മാനേജ്മെൻറ്റ് സൈഡ്. സോ
ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോഴാണ് ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ഹൈലി സെക്യൂർ ആവുന്നത്. പക്ഷേ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഫെയിലിയർ ഒരു കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാണ്ട് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്താലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് അതിനെ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്, സോ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ എ മൾട്ടി ടയർ ക്ലയൻറ്റ് സർവർ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് വളനറബിലിറ്റി എക്സിസ്റ്റ് അറ്റ് ഈച്ച് ലെയർ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. അതായത് ഇപ്പോൾ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ, ഇപ്പം ഞാനൊരു ക്ലയൻറ്റാണ്, ഓക്കെ, അപ്പം ഞാനൊരു സെർവറിന് റിക്വസ്റ്റ്, ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ ഇപ്പം എന്തെങ്കിലും അടിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളൊരു ക്ലയൻറ്റാണ്. ഈ ക്ലയൻറ്റ് എന്താ ചെയ്യുന്നത്, ഗൂഗിളിലേക്ക് റിക്വസ്റ്റ് അയക്കുകയാണ്. ഗൂഗിളിൻ്റെ സെർവറിലാണ് ആ റിക്വസ്റ്റ് ആദ്യം പോകുന്നത്. സോ അതെന്ന് പറയുന്നത് കുറേ ലെയേഴ്സ് കഴിഞ്ഞിട്ടാണ് ആ സെർവറിൽ റിക്വസ്റ്റ് എത്തുന്നത്. സോ ഈ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുന്ന അതിനെ വേറൊരു രീതിയിലേക്ക് IP ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് നിങ്ങളുടെ ലോക്കൽ ഏരിയയിലുള്ളൊരു സെർവറിലെത്തി അവിടെ നിന്ന് നിങ്ങൾ വേറൊരു കോമൺ സെർവറിലേക്ക് പോയി അങ്ങനെ റൂട്ട് ചെയ്താണ് ഗൂഗിൾ സെർവറിലെത്തുന്നത്. സോ ഇത്രയും ലെയേഴ്സായിട്ട് പോകുമ്പോഴത്തേക്കും എവിടെ നിന്നെങ്കിലൊക്കെ ഹാക്കേഴ്സിന് ആ ഒരു ഇൻഫോർമേഷൻ ഹാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റം ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു, ഇപ്പം നമ്മുടെ സിസ്റ്റം മാത്രം ഉള്ളെങ്കിൽ വേറെ ആരെങ്കിലും ആക്സസ് ചെയ്യാതിരുന്നാൽ നോക്കിയാൽ മതി. പക്ഷേ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഡാറ്റാസ് ആർക്ക് വേണമെങ്കിലും റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്ലയൻറ്റ് സർവർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും, ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റാണ്, ഞാൻ റിക്വസ്റ്റ് അയക്കുമ്പോഴത്തേക്കും മൾട്ടി ലെയറിലാണ് ആ റിക്വസ്റ്റ് പോണത്, എന്നിട്ടാണ് നമുക്ക് തിരിച്ച് ഇൻഫോർമേഷൻസ് കിട്ടുന്നത്. സോ ഇങ്ങനെ റിക്വസ്റ്റ് പോകുമ്പോഴും ആ ഒരു ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അത് എവിടെ വെച്ച് വേണമെങ്കിലും ആൾക്കാർക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വേറൊരു വൾനറബിലിറ്റി. യൂസർ അറ്റ് ദ ക്ലയൻറ്റ് ലെയർ ക്യാൻ കോസ് ഹാം ബൈ ഇൻട്രൊഡ്യൂസിങ് എറോസോ ബൈ ആക്സസിങ് സിസ്റ്റം വിത്തൗട്ട് ഓതറൈസേഷൻ. അത് ക്ലയൻറ്റ് ലെവലിൽ ഒരു അൺഓതറൈസ്ഡ് ആക്സസ് ആയ, ഇപ്പോൾ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് എൻ്റെ ക്ലയൻറ്റ് ലെവലിൽ ആക്സസ്സാണ്. ഓക്കെ, ഫേസ്ബുക്ക് സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുമ്പോൾ വീണ്ടും ഉണ്ട് കുറേ ലെയേഴ്സ് കിടക്കണം. സോ ക്ലയൻറ്റ് ലെയറിൽ വരാവുന്ന വൾനറബിലിറ്റി എന്താണെന്ന് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ പാസ്വേഡ് വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് അയാൾ കയറിയ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് അല്ലേ, അപ്പോൾ ഓതറൈസ്ഡ് അല്ലാത്ത പേഴ്സൺ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. സോ അതൊരു ക്ലയൻറ്റ് ലെവലിലുള്ള വൾനറബിലിറ്റിയാണ്. പിന്നെ അവർ പറയുന്നത് ഫോർത്ത് പോയിന്റ് പറയുന്നത്, ഇറ്റ് ഈസ് പോസിബിൾ ടു ആക്സസ് ഡാറ്റ ഫ്ലോയിങ് ഓഫ് ദ നെറ്റ്വർക്ക്, സ്റ്റീൽ വാല്യുബിൾ ഡാറ്റ യൂസിങ് ട്രാൻസ്മിഷൻ ഓർ അൾട്ടർ മെസ്സേജ് വിത്തൗട്ട് ഓതറൈസേഷൻ. അതായത് എന്താ പറയുക, നമ്മളുടെ ഈ നെറ്റ്വർക്കിലൂടെ ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ആൾക്കാർക്കത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓൾട്ടർ ചെയ്യാനും പറ്റും. റേഡിയേഷൻ ക്യാൻ ഓൾസോ ഡിസ്റ്റർബ് ദ വേരിയസ് പോയിൻ്റ് ആസ് വെൽ. റേഡിയേഷനും ചിലപ്പോൾ എന്താ പറയുക, ഒരു ഇൻഫർമേഷനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ ആ ഇൻഫർമേഷൻ ലോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതുപോലെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻട്രൂഡേഴ്സ് ക്യാൻ ലോഞ്ച് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഫിഫ്ത്ത് പോയിന്റ്, അതായത് ഇപ്പം ഡിനയൽ ഓഫ് സർവീസ് ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എന്താ പറയുക, അത് മനസ്സിലാക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സെയിം ഇപ്പം 4 മണിക്ക്, ഇപ്പം നമ്മൾ 10ാം ക്ലാസ് +2 അതൊക്കെയാണല്ലോ കൂടുതൽ നിങ്ങൾ ആക്സസ് ചെയ്തേക്കണം. +2 ടൈമിലൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന സിസ്റ്റത്തിൽ റിസൾട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിച്ചിരുന്നത്, ഭയങ്കര ഹാങ് ആയിരിക്കും സിസ്റ്റം. എനിക്ക് യൂണിവേഴ്സിറ്റി റിസൾട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അത്ര സ്ലോ തോന്നിയിട്ടില്ല. പക്ഷേ +2 ഒക്കെ ആണല്ലോ ഒരുപാട് ബൾക്കായിട്ട് ആൾക്കാർ ആ സിസ്റ്റം ആക്സസ് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ ഇപ്പോൾ അത്രയും വരുന്നില്ല റിക്വസ്റ്റ്. സോ ഇപ്പോൾ +2 ഒക്കെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും ആ സൈറ്റ് ആക്സസ് ചെയ്യാണ്. സോ ആക്സസ് ചെയ്യുമ്പോൾ എന്താണ്, അതായത് ഒരു സെർവറിലേക്ക് ഇത്രയും റിക്വസ്റ്റാണ് പോകുന്നത്. ആ വെബ്സൈറ്റിൻ്റെ സെർവറിലേക്ക് ഇത്രയും റിക്വസ്റ്റ്, അതായത് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റിക്വസ്റ്റ് അറ്റ് എ ടൈമിൽ ചെല്ലുമ്പോഴത്തേക്കും എന്താണ്, ആ ഒരു സെർവർ ഡൗൺ ആവും. അവർക്ക് എല്ലാ റിക്വസ്റ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ എന്താണ്, നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഹാങ് ആവും.
സോ അതിനെയാണ് അത്. പക്ഷെ മനഃപൂർവ്വമല്ല, എല്ലാവരും എന്താ ആ റിസൾട്ട് അറിയാൻ വേണ്ടി അറ്റ് എ ടൈമിൽ കൊടുക്കുന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് സ്ലോ ആവുന്നതും റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ടൈം എടുക്കുന്നതും. പക്ഷെ അതല്ലാതെ മനഃപൂർവ്വം കുറേ ആൾക്കാർ ഒരു സെർവർ കംപ്ലീറ്റ് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ തന്നെ മനഃപൂർവ്വം ഇപ്പോൾ പല ആൾക്കാരോടും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കാൻ പറഞ്ഞ് കൊടുത്ത് എന്താ പറയുക ഹാങ് ആക്കാം സെർവറിന്. ഇപ്പം നമ്മളുടെ വാട്സാപ്പിൽ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഫോൺ ഹാങ് ആക്കണമെങ്കിൽ കുറേ ഇപ്പോൾ പറ്റുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി മെസ്സേജസൊക്കെ അയച്ചാൽ നമ്മുടെ ഫോണിൽ അത് ഓപ്പൺ ആവാനായിട്ട് കുറേ ടൈം എടുക്കും ഹാങ് ആവാൻ. സോ അതിനൊക്കെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, ഇപ്പം നമ്മളൊരു ക്ലയൻറ്റ് സെർവർ, നമ്മൾ പറഞ്ഞില്ലേ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ എവിടേക്കാണ് ഏതൊക്കെ അറ്റാക്കാണ് വരുന്നതെന്നൊക്കെയാണ് നോക്കുന്നത്. ഇപ്പോൾ ക്ലയൻറ്റ് ലെവലിലാണെങ്കിൽ അൺഓതറൈസ്ഡ്, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അൺഓതറൈസ്ഡ് ആക്സസ് വരാം. ഇപ്പോൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കാണ് ഹാക്ക് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുത്തു, കമ്മ്യൂണിക്കേഷൻ ലൈനിലൂടെ സെർവറിന് കൊടുത്തു. കോർപ്പറേറ്റ് സെർവറിൽ, അതായത് നമ്മളുടെ മെയിൻ സെർവറും ആയിട്ട് കണക്ട് ചെയ്യുന്ന സെർവർ. സോ ആ സെർവറിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ ഇവിടെ പാസ്വേഡും യൂസർ നെയിം അല്ലെങ്കിൽ എന്ത് റിക്വസ്റ്റാണോ കൊടുക്കുന്നത് അത് അറ്റാക്കറിന് ടാപ്പ് ചെയ്യാൻ പറ്റും, അതായത് ചോർത്താൻ പറ്റും, അൾട്ടർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സെർവറിൽ നിന്ന് ഹാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈറസസ് ആൻഡ് വോംസ് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഈ റിക്വസ്റ്റ് മെയിൻ സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ ആ സെർവറിൽ നിന്ന് ഡാറ്റേനെ എന്താ പറയുക സ്റ്റീൽ ചെയ്യാൻ പറ്റും, അതുപോലെ കോപ്പി ചെയ്യാൻ പറ്റും, ആൾട്ടർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യം. ഇപ്പം മുമ്പ് പറഞ്ഞതാണ് നമ്മുടെ ആർക്കിടെക്ചർ ഓഫ് എ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഈ ആപ്ലിക്കേഷനിലൊക്കെ സെക്യൂരിറ്റി ചലഞ്ചും വൾണറബിലിറ്റി ഉണ്ടാവാം. അതുപോലെ തന്നെ ഫ്ലഡ്, ഫയർ, പവർ ഫെയിലിയർ ആൻഡ് ഇലക്ട്രിക് പ്രോബ്ലം ആൻഡ് കോസ്, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവും. സിസ്റ്റം മാൽ ഫങ്ഷൻ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിസ്റ്റം മാൽ ഫങ്ഷൻ ഇഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ബ്രേക്ക് ഡൗൺ. വേറെ രീതിയിൽ സിസ്റ്റത്തിന് പ്രശ്നം പറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ചിലപ്പോൾ മാൽ ഫങ്ഷൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ഹാർഡ്വെയറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയ സിസ്റ്റം ഫങ്ഷൻ ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ലോസ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇഫ് നോട്ട് കോൺഫിഗർഡ് പ്രോപ്പർലി, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി സിസ്റ്റം കോൺഫിഗർ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഇംപ്രോപ്പറായിട്ട് സിസ്റ്റം യൂസ് ചെയ്ത് ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാതെ വെറുതെ ഓഫ് ചെയ്തിട്ടൊക്കെ കുറേ നാൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ക്രാക്കാം, അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് സിസ്റ്റം മാൽ ഫങ്ഷൻ ചെയ്യും. പിന്നെ ഇൻ്റർനെറ്റ് വൾണറബിലിറ്റി എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് വൾണറബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവും. ഡാറ്റ നമ്മൾ സിസ്റ്റത്തിൽ മാത്രം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും അത് ലോസ് ആവാനുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ അതൊരു ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോസ് ആവാനുള്ള സാധ്യതകൾ കൂടുതൽ. ഇപ്പം നമ്മൾ നേരത്തെ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ പഠിച്ച പോലെ തന്നെ. സോ ഇവർ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ലാർജർ പബ്ലിക് നെറ്റ്വർക്ക് സച്ച് ആസ് ഇൻ്റർനെറ്റ് ആർ മോസ്റ്റ് വൾണറബിൾ ദാൻ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ബിക്കോസ് ദി ആർ വിർച്വലി ഓപ്പൺ ടു ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന സാധനമാണ് ഇൻ്റർനെറ്റ്. സോ ഇപ്പോൾ ഇതിൽ ഇൻ്റർനെറ്റിലേക്ക് നമ്മൾ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിനെ ടാപ്പ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ സുഖമാണ്, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. Second point, when the internet becomes a part of the corporate network, the organization's information system are more vulnerable to the action from outsiders. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് വേൾഡിൽ ഭയങ്കര പ്രാധാന്യമുള്ളത് കൊണ്ടിട്ട് ഒരു ഓർഗനൈസേഷൻ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര വൾണറബിളായിട്ടുള്ള കാര്യമാണ്. ഔട്ട്സൈഡേഴ്സിൻ്റെ ഹാക്കിംഗ് ആക്ടിവിറ്റീനെ സംബന്ധിച്ചിടത്തോളം. കാരണം മറ്റേന്ന് പറഞ്ഞാൽ പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് ഈ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഫോർമേഷൻ പറഞ്ഞാൽ ഹൈ സെക്യൂരിറ്റി ഉള്ള കാര്യമാണ്.
അപ്പോൾ അത് കിട്ടാൻ പലരും ആഗ്രഹിക്കും. കാരണം അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷനിൽ നിന്ന് അവർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്ത് ഇവരുടെ ക്ലയൻസിനെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. സോ അങ്ങനത്തെ കുറേ കാര്യമാണ്. പക്ഷേ അതൊന്നും പണ്ടത്തെ രീതിയിൽ അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പം മാനേജറിന് അപ്പോൾ പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ ഇൻഫോർമേഷൻസ് ഇപ്പോൾ അധികം ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ് ഇൻഫോർമേഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. സോ ഒരു ഹാക്കർ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ അയാൾക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സെയിം അല്ലെങ്കിൽ ആ ഒരു സെയിം കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ്മാന് അത് വളരെ അധികം ആവശ്യമുള്ള സാധനമാണ്. സോ ഇപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇൻഫോർമേഷൻസ് എല്ലാം ഭയങ്കര വൾണറബിൾ ടു ഹാക്കിങ് ആക്ടിവിറ്റീസാണ്. പിന്നെ ഉള്ളത് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ VoIP, അതായത് നമ്മൾ വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. നമ്മളിപ്പോൾ വോയിസ് കോൾ ഇൻ്റർനെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും അതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. സോ എന്താണ്, ഇപ്പം നമ്മൾ മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ചിലപ്പോൾ ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനൊരു ഇപ്പം ഞാൻ ഹലോ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഹലോന് പകരം ചിലപ്പോൾ വേറെ വേർഡായിരിക്കും, അല്ലെങ്കിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ വരുന്നുണ്ട് എന്താണ് എൻക്രിപ്ഷൻ ഒക്കെ ഉള്ളത്. സോ എൻക്രിപ്റ്റ് ചെയ്ത് വേറൊരാൾക്ക് വായിക്കാൻ പറ്റാത്ത ഭാഷയിലാണ് ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുന്നത്. സോ ആര് വേണമെങ്കിലും ആ ഡാറ്റ എടുത്തവർക്കൊന്നും മനസ്സിലാവരുത്. പക്ഷേ വോയിസ് കോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻ്റർനെറ്റിലൂടെ ചെയ്യുമ്പോഴത്തേക്കും അതിന് വേറൊരു വേറൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നില്ല. സോ ആർക്ക് വേണമെങ്കിലും അതിനെ ടൈപ്പ് ചെയ്ത് ആ ഒരു സംഭവത്തെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസീവറിന് മുന്നേ ആയിട്ട് ആ വോയിസിനെ ആൾട്ടർ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറ്റും. സോ അതിനൊട്ട് സെക്യൂരിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നോക്കുക, ഹാക്കേഴ്സ് ക്യാൻ ഇൻറ്ററപ്റ്റ് ദ കോൺവെർസേഷൻ ടു ഒബ്റ്റെയിൻ ക്രെഡിറ്റ് കാർഡ് ആൻഡ് അതർ കോൺഫിഡൻഷ്യൽ പേഴ്സണൽ ഇൻഫർമേഷൻ ഓർ ഷട്ട് ഡൗൺ വോയിസ് സർവീസ് ബൈ ഫ്ലഡിങ് സെർവേഴ്സ്. അപ്പോൾ ഇപ്പം നമുക്ക് എന്താ പറയുക, അതായത് ആ ഒരു വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വഴി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാക്കറിന് ഇപ്പോൾ വേറൊരാളായിട്ട് ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസ് ആണ് അവർ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ അത് ഫുള്ള് ഈ ഒരു ഹാക്കറിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഇമെയിൽസ് വഴിയും നമുക്ക് എന്താ പറയുക ട്രേഡ്സ് ഇമെയിൽസിൽ നിന്നും ഹാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് മെസ്സേജസ്, ഇപ്പോൾ വാട്സപ്പിന് കൂടുതൽ സെക്യൂരിറ്റി ഉണ്ട്, പക്ഷെ അതിന് മുന്നേ ഉള്ള ഇൻസ്റ്റൻറ്റ് മെസ്സേജസിന് ഒരുപാട് ഇൻസ്റ്റൻറ്റ് മെസ്സേജസ് ആയതുകൊണ്ട് സെക്യൂരിറ്റി കുറവായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. സോ ഒരു സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻ്റർനെറ്റായിട്ട് കണക്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് ഇൻഫർമേഷൻ ലോസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അതാണ് പറയുന്നത്, കമ്പ്യൂട്ടേഴ്സ് വിച്ച് ആർ കോൺസ്റ്റൻ്റ്ലി കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് ബൈ കേബിൾ മോഡംസ് ഓർ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻസ് ആർ മോർ ഓപ്പൺ ടു പെനെട്രേഷൻ ബൈ ഔട്ട്സൈഡേഴ്സ് ബിക്കോസ്, അതായത് ദേ യൂസ് ഫിക്സഡ് ഇൻ്റർനെറ്റ് അഡ്രസ്സ്. അതായത് ആ ഒരു സിസ്റ്റത്തിന് ഫിക്സഡ് ആയിട്ടുള്ള IP അഡ്രസ്സ്, MAC അഡ്രസ്സൊക്കെ ഉണ്ടാവും. സോ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇൻഫോർമേഷൻ, അതായത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സിസ്റ്റം ഒരു ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാക്കറിന് അറിയാൻ പറ്റും ഈ ഒരു IP അഡ്രസ്സിൽ ഏത് സിസ്റ്റമായിട്ടാണ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു IP അല്ലെങ്കിൽ അഡ്രസ്സിൽ ഏത് സിസ്റ്റമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. സോ ആ സിസ്റ്റത്തിൽ നിന്ന് ആ സിസ്റ്റം ആരാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള ഇൻഫോർമേഷൻസ് ലോസ് ആവാനുള്ള സാധ്യത കൂടും. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. സോ ഇതൊരു ടോപ്പിക്.